ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് നിങ്ങൾ കാണണമെന്നുണ്ടാവില്ല എന്താണ്. അപ്പം നമ്മളെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ 2 ആൾ വരുന്നുണ്ട് എന്നില്ല ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ അമ്മൂസാക്കി അമ്മായിമ്മയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഫുള്ള് തിരക്കിൽ പറഞ്ഞാൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും ഞാൻ നിന്നിട്ടില്ല. പിന്നെ അവർക്ക് വീഡിയോയിൽ നിൽക്കുന്ന താല്പര്യം ഉണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ടായിരുന്നു വീഡിയോ ഒന്ന് എടുക്കഴിഞ്ഞതും. പിന്നെ ലൈവ് ഒന്നും ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് നേരത്തിന് ഫുഡും കാര്യങ്ങളും പിന്നെ അങ്ങനെ കുറച്ച് കുട്ടികളെ കളിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. മാക്സിമം നമ്മളില്ല സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യുക കുടുംബത്തോടൊപ്പം, അതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ചെറിയൊരു വീഡിയോ നിങ്ങളടുത്തേക്ക് ചെറിയൊരു വീഡിയോ കൊണ്ട് വരാമെന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമ്മയും കൂടി ഡോക്ടറെ കാണിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റു. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങണില്ല. അപ്പോൾ ഞാൻ കരുതിയൊരു വീഡിയോ അങ്ങ് എടുക്കാം. വെച്ചുണ്ടാക്കുന്നതും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. കുറേ ആകുമ്പോൾ വീഡിയോ ഇടാതാകുമ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു ത്വര വരുന്നതാണ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ മറന്നു പോകുമോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ അടുത്തേക്ക് വരാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മളെ ഉമ്മാക്ക് വെരിക്കോസിൻ്റെ പ്രശ്നമുണ്ട് കാലിന്. അപ്പോൾ അതിന് ഇവിടെ നമ്മളെ തൃശ്ശൂർ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉപ്പ ഫേസ്ബുക്കിലായിട്ട് കണ്ട ഡോക്ടർ, അങ്ങനെ ഡോക്ടർക്ക് വിളിച്ച് അപ്പോൾ നല്ല ആൾക്കാർക്കൊക്കെ അവിടെ നിന്നൊരു നല്ല ഫലമുണ്ട്, നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടേക്ക് വിളിച്ച് നോക്കി. അപ്പോൾ ഇന്ന് വരാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, ബുധനാഴ്ച. അപ്പോൾ ഏതായാലും ഇവിടെ തന്നെ ഉണ്ടേനല്ലോ, ഇവിടെ അടുത്തുവാണല്ലോ. അവിടുന്ന് വരുന്നതിലേറെ സുഖമാണല്ലോ ഇവിടുന്ന് അങ്ങ് എളുപ്പം പോവാൻ. അപ്പോൾ അങ്ങനെ ഇക്കാൻ്റെ വണ്ടിയിൽ ഇപ്പോൾ അവർ പോയതാണ്. പിന്നെ ഇപ്പോൾ നമ്മളെപ്പോഴും ഉമ്മയും വന്നതിന് വേറെ ഒരു കാരണം കൂടി ഉണ്ട്. ഇപ്പോൾ ഒന്നാമത് വിഷുവായിട്ട് അവധിയാണ്, പിന്നെ രണ്ടാമത് നമ്മളെ മോൻ്റെ സുന്നത്ത് കല്യാണം കഴിച്ചല്ലോ. അപ്പോൾ ഉപ്പയും അതിന് കാണാനായിട്ട് അങ്ങനെയും വന്നതാണ്. അപ്പോൾ ഇതും കൂടി അതിൻ്റെ കൂടെ അങ്ങ് കഴിയുകയും ചെയ്യുമല്ലോ എഴുതിയിട്ടാണ് അങ്ങനെ എല്ലാവരും കൂടി ഇപ്പോൾ പോയിട്ടുള്ളൂ. ഇപ്പോൾ 3 മണിക്കെല്ലാം എണീറ്റ് എല്ലാം റെഡിയായി 4:30 4:45 നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. ചായയെല്ലാം കഴിഞ്ഞ് കൂട്ടലും നിന്നിട്ടില്ല, ജസ്റ്റ് ഒരു ചായയും പഴമൊക്കെ തിന്ന് കണ്ട് അങ്ങനെ പോയേനെ. ഇപ്പോൾ അവരവിടെ എത്തിയിട്ട് ഉമ്മ പറഞ്ഞ ചോറൊന്നും വെക്കണ്ട, ഞാൻ വിളിച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി, വെറുതെ വെച്ചിട്ട് ഇതാണ്ടല്ലോ രാത്രിക്ക് ഉപ്പാക്ക് ചപ്പാത്തിയാണ്, പിന്നെ വെറുതെ ചോറ് നന്നായിട്ട് വെക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു കണ്ട് അങ്ങനെ ഇറങ്ങിപ്പോയത് കേട്ടോ. അപ്പോൾ നല്ല സന്തോഷം കേട്ടോ, വീട്ടിൽ ആളുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു ദീനവും കേടൊന്നും ഉണ്ടാവില്ല. നല്ല എൻജോയ് ചെയ്ത് ആളുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നിൽക്കാമല്ലോ. പിന്നല്ലേ നമ്മളെ മക്കളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, ഉപ്പയമ്മയും ഇന്ന് പോയ കാര്യമൊന്നും പോലെ അറിഞ്ഞിട്ടില്ല, പോകേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ. ഇനി രാവിലെ എണീറ്റ് അവർ തിരക്കാക്കാം. ഫിലുവിനിപ്പോൾ ഉപ്പാപ്പാനെ കിട്ടിയാൽ മതി കേട്ടോ. ഉപ്പാപ്പ അമ്മമ്മ നടന്ന് കണ്ട് പിന്നാലെ നടന്ന് എന്നെ തൊയരം കെടുത്താൻ ആരും വരുന്നില്ല. പിന്നെ മിച്ചക്കുട്ടനെ പിന്നെ കുറച്ച് വികൃതി കൂടിയിരിക്കണം സുന്നത്ത് തയ്ച്ചിട്ട് കേട്ടോ. ഇപ്പോൾ മുറിയെല്ലാം ഉണങ്ങിയപ്പോൾ ആ കടന്ന ഫലം കൂടി ഇപ്പോൾ കാണിക്കുകയാണ്. 4 ദിവസം റെസ്റ്റ് എടുത്തതും കൂടി പോകാൻ കാണിക്കുന്നു. മുറിയെല്ലാം ഉണങ്ങുന്നുണ്ട്, പക്ഷെ തുന്നി പോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ അവന് ഓടിക്കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞത് കേൾക്കാതെ ഓടുന്നല്ലാണ്ട് കേട്ടോ. മുറി അങ്ങ് എളുപ്പം മാറിക്കിട്ടിയാൽ മതി, എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ വേറെ വിശേഷങ്ങൾ തന്നെ. അപ്പം ഇനി ഉറങ്ങി എണീറ്റാലും മക്കളെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ഭയങ്കര വാശിയും കുടുംബക്കാരെ പോലെ കാണാനായിട്ട് കേട്ടോ. ഒരു 4 ദിവസം ഉണ്ടായപ്പോൾ നല്ല എൻജോയ് ചെയ്ത് കേട്ടോ, മക്കളും സമാധാനം കേട്ടോ. അതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ് കേട്ടോ. ഉപ്പാപ്പ ഭക്ഷണം എടുത്തേക്കുമ്പോഴും ഉപ്പാപ്പാനെ വിളിച്ചുകൊണ്ടിരുന്നു, എന്ത് കഴിക്കുകയാണെങ്കിലും കൊണ്ടേ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ. അപ്പം ഇനി അവർ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുക കേട്ടോ മക്കൾ. ഇനിയിപ്പോൾ രാവിലെ ആയാലും ചായയുടെ ഇതൊക്കെ കഴിഞ്ഞാലും ഓല് വരുന്നേയും കാത്തിരിക്കുക. അപ്പം ഇന്ന് ഞാൻ ഇനി ഓല എത്തിയിട്ട് നമുക്കൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമില്ല എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും ഞാൻ ഇതുവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. കല്യാണത്തിൻ്റെ വീഡിയോയിൽ ഉപ്പയമ്മയും ഞങ്ങളെല്ലാവരും ഒന്നിച്ചുള്ള ഫോട്ടോ കാര്യം. അപ്പം ഇനി ഉപ്പയിട്ട് എത്തിയിട്ട് നമുക്ക് ഇന്നൊരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. ഉപ്പാനോട് ചോദിച്ചിട്ട് സമ്മതമാണെങ്കിൽ കേട്ടോ കാണിച്ചു തരുള്ളൂ. ഉപ്പാനോട് ചോദിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കണം ഇൻഷാ അല്ലാഹ് എന്ന് കരുതിയിട്ടുണ്ട്. ഒരു ഫോട്ടോ എങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.